എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തെരഞ്ഞെടുത്ത മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? ഇവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. ബെസ്റ്റ്. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ എന്താ ഉറക്കം വരുന്നു തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എങ്കിൽ പറഞ്ഞോട്ടെ, ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി? എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒരു പെൺകുട്ടിയെ അവിഹിതകാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. അത് തന്നെയല്ലേ സാർ ഇപ്പൊ ഇയാൾ പറയണത് എന്തെന്നറിയാമോ? നമ്മ തമ്മിലാണ് ഇടപാടുന്നത്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറയാം.